നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒല്ലൂർ വിശുദ്ധ ഏവോപ്രാസ്യാമ്മയുടെ 19ാം തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. തൃശൂർ ജില്ലയിൽ നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് 30 കോടി രൂപ ഇനിയും ലഭിച്ചില്ലെന്ന് കർഷക സമിതി ചെയർമാൻ ദാസൻ കാട്ടുങ്ങൽ ആരോപിച്ചു. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂൾ ഓണാഘോഷം വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു. മാടക്കത്ര NSLP സ്കൂൾ ഓണാഘോഷ പരിപാടികൾ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PR സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഒല്ലൂർ വിശുദ്ധ ഏവോപ്രാസ്യ അതിരൂപത തീർത്ഥ കേന്ദ്രത്തിൽ വിശുദ്ധ ഏവോപ്രാസ്യയുടെ 19ാം തിരുനാൾ ദിനം ആഘോഷിച്ചു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വിശുദ്ധ കുർബാനയോടെയാണ് തിരുനാൾ ദിന കർമ്മങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് നൊവേന, ഊട്ടുനേർച്ച, വെഞ്ചരിക്കൽ എന്നിവയും നടന്നു. 10-ന് ലതീഞ്ഞ്, ആഘോഷമായ തിരുനാൾ മധ്യസ്ഥ പ്രാർത്ഥന എന്നിവയും നടന്നു. മേരിമാതാ പള്ളിയിലേക്കുള്ള ജപമാല പ്രദർശനവും പാട്ടുകുർബാനയും തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടായി. വികാരിമാരായ ജോസ് കോനിക്കര, ഫാദർ സനൽ മാളിയേക്കൽ, ഫാദർ ബ്രിൽവിൻ ഒലക്കെങ്കിൽ, തീർത്ഥകേന്ദ്രം റക്ടർ ജോയ് ചിറ്റിലപ്പള്ളി, കമ്മിറ്റി അംഗങ്ങളായ പോളി ജോസ് കുളങ്ങര, ഡേവിസ് കൊള്ളന്നൂർ, ഡോക്ടർ ജോജു KT തുടങ്ങിയവർ നേതൃത്വം നൽകി. കുടുംബശ്രീ മിഷൻ സംസ്ഥാനതല ഓണം വിപണന മേളയ്ക്ക് തുടക്കമായി. മന്ത്രി MP രാജേഷ് വിപണനമേള ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ മിഷൻ സംസ്ഥാനതല ഓണ വിപണനമേള തൃശൂർ ടൗൺ ഹാളിൽ തുടങ്ങി. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി വകുപ്പ് മന്ത്രി MP രാജേഷ് മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ തലവര മാറ്റിവരയ്ക്കാൻ കഴിയുമെന്ന് കൂട്ടായ്മയിലൂടെ തെളിയിച്ച പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. ഇന്ന് കുടുംബശ്രീ പുതിയ മേഖലകൾ കൈയടക്കി മുന്നേറുകയാണ്. ഓണത്തിനാവശ്യമായതെല്ലാം കുടുംബശ്രീയിൽ ലഭ്യമാണ്. ഗിഫ്റ്റ് ഹാമ്പറും ഓണക്കിറ്റുകളും വിറ്റഴിഞ്ഞത് വളരെ പെട്ടെന്നാണ് എന്നത് സമൂഹം ഇത് ഏറ്റെടുത്തു എന്നതിലുള്ള തെളിവാണെന്നും മന്ത്രി പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഏറ്റവും അധികം സംഭാവന നൽകിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീ. ഇതെല്ലാം ജനങ്ങൾക്കിടയിലുള്ള കുടുംബശ്രീയോടുള്ള വിശ്വാസ്യതയാണ് കാണിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൊട്ടതെല്ലാം പൊന്നാക്കിയുള്ള കൈപുണ്യമാണ് കുടുംബശ്രീക്കുള്ളത്. കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും കുടുംബശ്രീ മാതൃക പഠിക്കാൻ നിരവധി പേർ എത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നിരവധി വെല്ലുവിളികൾക്കിടയിലും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന മുദ്രാവാക്യം സാക്ഷാത്കരിച്ചത് കുടുംബശ്രീയാണ്. ജനങ്ങളുടെ വിധി കൂട്ടായ്മയിലൂടെ തീരുമാനിക്കാനാകുമെന്ന് പഠിപ്പിച്ചത് കുടുംബശ്രീയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സെപ്റ്റംബർ 4 വരെ നടക്കുന്ന വിപണനമേളയിൽ കുടുംബശ്രീ സംരംഭകരുടെ വ്യത്യസ്തമാർന്ന ഉൽപ്പന്നങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ശുദ്ധമായ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിട്ട് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓണം വിപണനമേള നടത്തുന്നത്. സംസ്ഥാന തലത്തിലും ജില്ലാ CDS തലത്തിലും വിപണനമേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി MP രാജേഷ് ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. K രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായി. MLA മാരായ സേവ്യർ ചിറ്റിലപ്പള്ളി, ET ടൈസൺ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ സ്വാഗതവും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ U സലീൽ നന്ദിയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ഗുരുവായൂർ നഗരസഭ മുനിസിപ്പൽ ചെയർപേഴ്സൺ M കൃഷ്ണദാസ്, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് S ബസന്തലാൽ, നബാർഡ് DGM സെബിൻ ആന്റണി, തൃശൂർ കോർപ്പറേഷൻ CDS ചെയർപേഴ്സൺ സത്യഭാമ വിജയൻ, തൃശൂർ കോർപ്പറേഷൻ CDS ചെയർപേഴ്സൺ റജുല കൃഷ്ണകുമാർ, വിവിധ കുടുംബശ്രീ CDS അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറി. തൃശൂർ ജില്ലയിൽ മാത്രം നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് 30 കോടി രൂപ കൂടി ലഭിക്കാനുണ്ടെന്ന് കർഷക സമിതി ചെയർമാൻ ദാസൻ കാട്ടുങ്ങൽ CTVയോട് പറഞ്ഞു. കേന്ദ്രവിഹിതം നൽകാനുണ്ടെന്നത് തെറ്റായ പ്രചരണം നടത്തി കർഷകരെ വഞ്ചിക്കുകയാണ് സർക്കാർ. നെല്ല് സംഭരിച്ചാൽ 4-5 മാസം കഴിഞ്ഞാലും പണം ലഭിക്കാത്ത സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളതെന്നും കേന്ദ്രവിഹിതം നൽകാനുണ്ടെന്നുള്ളത് തെറ്റായ പ്രചരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ അന്തിമ ഓഡിറ്റ് റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകാത്തതാണ് ഫണ്ട് വിഹിതം അടയ്ക്കാത്തതിന് കാരണം. 2016 ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് നൽകിയത് 2023 മെയ് 24-നും
2017 കണക്ക് നൽകിയത് 2024 ഏപ്രിൽ 15-നുമാണെന്നും 2018 ശേഷം ഇതേവരെ ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് നൽകിയിട്ടില്ലെന്നും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വിവരാവകാശ രേഖയിൽ വ്യക്തമാണ്. സംസ്ഥാനത്തു നിന്നും ലഭിച്ച കണക്കിൽ 1 രൂപ പോലും കുറയാതെ സംസ്ഥാന സർക്കാരിന് നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി നേരത്തെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 10 കോടിയിലധികം രൂപ കേരളത്തിലെ നെൽകർഷകർക്ക് കൊടുക്കാൻ കേന്ദ്രം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര കണക്കിൽ വ്യക്തമാണ്. കേന്ദ്രം കർഷകർക്കായി സംസ്ഥാന സർക്കാരിന് നൽകുന്ന തുകയിൽ കിലോയ്ക്ക് 5 രൂപ 1 പൈസ വെട്ടിക്കുറച്ചാണ് ഇപ്പോഴും നൽകുന്നത്. നെൽകർഷകർ ഇത്തരം ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ മലയോര മേഖല കാട്ടാനയുടെയും കാട്ടുപോത്തിൻ്റെയും പന്നിയുടെയും കുരങ്ങിൻ്റെയും മയിലിൻ്റെയും മുള്ളൻ പന്നിയുടെയും മലയണ്ണാൻ്റെയും മറ്റ് വന്യമൃഗങ്ങളുടെയും ആക്രമണം മൂലം ഭീതിയിലാണ് കർഷകർ. ഇവയുടെ ആക്രമണം മൂലം നിരവധി കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. നെല്ല് സംഭരിച്ച വകയിൽ കിട്ടാനുള്ള പണം ഉടൻ തന്നില്ലെങ്കിൽ സമര രംഗത്തേക്കിറങ്ങാൻ കർഷകർ തയ്യാറെടുക്കുകയാണ്. കേന്ദ്ര സർക്കാർ പണം നൽകാനുണ്ടെന്ന് സംസ്ഥാന സർക്കാർ തെളിയിച്ചാൽ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ കർഷകർ തയ്യാറാണ്. സംസ്ഥാന സർക്കാർ നെൽകർഷക ഇൻഷുറൻസ് പ്രീമിയം പോലും അടയ്ക്കാത്ത സാഹചര്യത്തിൽ കർഷകർക്ക് വൻ തുക ലഭിക്കാനുണ്ട്. കേരളത്തിൽ ചിങ്ങം 1 കർഷക ദിനമായി കേരള സർക്കാർ ആഘോഷിച്ചു. കർഷകരെല്ലാവരും കൂടി കർഷക വഞ്ചനാ ദിനമായിട്ട് ആഘോഷിച്ചു. അങ്ങനെയാണ് ആഘോഷിച്ചത്. കർഷക ദിനത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കർഷക ദിനത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശ്ശൂരിൽ വെച്ചാണ് നടന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണത് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ കേരളത്തിലെ നെൽകർഷകരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താമെന്ന മോഹന വാഗ്ദാനം നൽകി അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം അവസാനിച്ചു. എന്നാൽ വേദിയിലുണ്ടായിരുന്ന 3 മന്ത്രിമാർ, മന്ത്രി രാജൻ, മന്ത്രി ബിന്ദു, പിന്നെ മറ്റൊരു മന്ത്രിയായ കൃഷിമന്ത്രി പി പ്രസാദ്, ഇവർ 3 പേരും ഘോഷയാത്രയായിരുന്നു. വാഗ്ദാനങ്ങളുടെ, നെൽകർഷകർക്ക് നൽകുന്ന വാഗ്ദാനങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. കർഷകർ പൊറുതിമുട്ടി. ഇത്രയധികം ഉദാരം പട്ടും പരവതാനും വിരിച്ചിട്ട് കർഷകരെ വരവേൽക്കുന്ന ഒരു സർക്കാരുണ്ടോയെന്നവർ സ്വപ്നം കണ്ടുപോയി. അത്രയും ആയിരുന്നു അവരുടെ വാഗ്ദാനങ്ങൾ. അതിൻ്റെ ഇടകൂടെ ഈ വാഗ്ദാനങ്ങളുടെ ഇടയിൽ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ഒരു വാഗ്ദാനം കൂടെ തട്ടിവിട്ടു. അതായത് കേരളത്തിലെ നെൽകർഷകർക്ക് നൽകാനുള്ള പണം മുഴുവനായും ഓണത്തിന് മുന്നേ ഞങ്ങൾ കൊടുത്തു തീർത്തിരിക്കുന്ന അദ്ദേഹം വെല്ലുവിളിച്ചിട്ടാണ് വേദി വിട്ട് ഇറങ്ങിപ്പോയത്. ഇപ്പം എന്തായി? 25 കോടി രൂപയോളം ഇനിയും കർഷകർക്ക് കൊടുക്കാനുണ്ട്. ഇവരൊന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വാക്കിന് കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞാൽ അവരതൊന്ന് തെളിയിക്കട്ടെ. കേന്ദ്രം അവരുടെ വിഹിതം തന്നിട്ടില്ല എന്ന് തെളിയിക്കട്ടെ. എങ്കിൽ കേരളത്തിലെ ഈ കർഷകർ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാം. മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ഓണക്കിറ്റ് വിതരണവും ബോണസ് വിതരണവും ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി സാബു ഉദ്ഘാടനം ചെയ്തു. സംഘം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംഘം പ്രസിഡന്റ് ജോർജ് പന്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് ലളിത സദാനന്ദൻ, ഭരണസമിതി അംഗം വർഗീസ് ആകാശ്ശേരി, ഭരണസമിതി അംഗങ്ങളായ ജോസഫ് മാന്തോട്ടം, ആന്റണി മുട്ടകുളം, പൗലോസ് കുഴപ്പള്ളി, സിനിജ ഷാജി, സംഘം സെക്രട്ടറി ഡേവിസ് കണ്ണൂക്കാടൻ, ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ വിവിധ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ പുലിക്കളി, ഓണനൃത്തം, കുമ്മാട്ടി, ഓണപ്പാട്ട്, തിരുവാതിരക്കളി തുടങ്ങി വിവിധ കലാപരിപാടികളോടെ ഓണാഘോഷം കളറാക്കി. തുടർന്ന് മനോഹരമായ പൂക്കളമൊരുക്കലും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക റിംസി ജോസ്, സ്കൂൾ PTA പ്രസിഡന്റ് ചിന്തു ചന്ദ്രൻ, SMC ചെയർമാൻ മാർവിൻ മൈക്കിൾ, MPTA പ്രസിഡന്റ് ലിജ സജിത്ത്, PTA വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത്, SMC വൈസ് ചെയർപേഴ്സൺ രഞ്ജിത്ത്, MPTA വൈസ് പ്രസിഡന്റ് മേഘ സുമേഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അധ്യാപകരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.
KPCCയുടെ നിർദ്ദേശപ്രകാരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തേണ്ട ഗൃഹസമ്പർക്ക പരിപാടിയുടെ ഉദ്ഘാടനം മണ്ണുത്തി ഡിവിഷനിൽ മണ്ഡലം പ്രസിഡന്റ് MU മുത്തു ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് ജോണി അരിമ്പൂർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഭാസ്കരൻ K. മാധവൻ, ലിസി ജോൺസൺ, അനീഷ് ആന്റണി, രാജേഷ് VR എന്നിവർ നേതൃത്വം നൽകി. അശ്ലീല വീഡിയോ പ്രചരണം ശോഭ സുബിൻ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കുറ്റവിമുക്തരെന്ന് കോടതി. ക്രൈംബ്രാഞ്ച് കൊടുത്ത ഫൈനൽ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ കേസ് അവസാനിച്ചെന്നും ശോഭ സുബിൻ. മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും നിലവിൽ DCC ജനറൽ സെക്രട്ടറിയുമായ ശോഭ സുബിൻ അടക്കം 3 പേർക്കെതിരെയാണ് യുവതിയുടെ നഗ്ന വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് കേസെടുത്തിരുന്നത്. പോലീസ് FIR ഇട്ട് അന്വേഷിച്ച കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നിരപരാധികളാണെന്ന് പറഞ്ഞ് നേരത്തെ DGPക്ക് പരാതി നൽകിയിരുന്നു. പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണമായി സഹകരിച്ചെന്നും കേസിൽ കുറ്റാരോപിതനായ ശോഭ സുബിൻ പറഞ്ഞു. പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്ത് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്മേലാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തിയത്. ക്രൈംബ്രാഞ്ച് കൊടുത്ത ഫൈനൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് അവസാനിച്ചെന്നും മനഃപൂർവ്വം കരിവാരിത്തേക്കാനുള്ള ശ്രമമാണ് കേസിന് പിന്നിൽ ഉണ്ടായിരുന്നതെന്നും ശോഭ സുബിൻ പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് കേസിൽ കൊടുങ്ങല്ലൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി താനടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കിയ വിവരം ശോഭ സുബിൻ അറിയിച്ചത്. അന്നത്തെ കേരളത്തിന്റെ DGPക്ക് അന്നേ ദിവസം തന്നെ ഇമെയിൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് നടന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായി ഞങ്ങളുടെ ഭാഗത്തു നിന്നും പരിപൂർണമായ സഹകരണം ഞങ്ങൾ ഉറപ്പുവരുത്തുകയും ഞങ്ങളുടെ മൊബൈൽ ഫോൺ പോലീസ് ചോദിച്ചപ്പോൾ അത് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കേസ് മാറ്റി ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് അന്വേഷണം നടത്തുന്നതിനായിട്ട് കേസ് അന്വേഷണം മാറ്റുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലും ഞങ്ങൾ ഇവിടെ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന എല്ലാ അന്വേഷണവുമായി പരിപൂർണമായി സഹകരിക്കുകയും ഞങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഹാജരാക്കുകയും ആ മൊബൈൽ ഫോൺ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അയക്കുകയും ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുകയും അവസാനം കേസ് ഫൈനൽ റിപ്പോർട്ട് ആക്കി ശാസ്ത്രീയമായ അടിസ്ഥാനത്തിലും പരിശോധനയിലും ഞങ്ങൾ തെറ്റുകാരൻ അല്ല എന്നും യാതൊരു തെളിവും ഞങ്ങൾക്കെതിരെ ലഭിച്ചിട്ടില്ല എന്നും. മണ്ണുത്തി മഹാത്മാ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും പൂക്കള മത്സരവും സമ്മാനദാനവും നടന്നു. മണ്ണുത്തി VVS ഹൈസ്കൂളിൽ വെച്ച് നടത്തിയ മത്സരത്തിൽ 40-ൽ പരം കുട്ടികൾ പങ്കെടുത്തു. വായനശാല സെക്രട്ടറി ഭാസ്കരൻ മാധവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പ്രധാനാധ്യാപിക ചമേലി മേനോൻ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി അനിത ദേവാനന്ദ് സ്വാഗതവും വനിതാ വേദി കൺവീനർ കോമളവല്ലി PS നന്ദിയും രേഖപ്പെടുത്തി. രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട C. സദാനന്ദൻ മാസ്റ്റർ MP-ക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. BJP ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമോഭവനിൽ നടന്ന സ്വീകരണ ചടങ്ങ് മുതിർന്ന നേതാവ് CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷനായിരുന്നു. വിവിധ മണ്ഡലം കമ്മിറ്റികളുടെയും മോർച്ചകളുടെയും നേതൃത്വത്തിൽ MP-യെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. നേതാക്കളായ MV ഗോപകുമാർ, A. നാഗേഷ്, രവികുമാർ ഉപ്പത്ത്, KK അനീഷ് കുമാർ, KR ഹരി തുടങ്ങിയവർ സംസാരിച്ചു. അവരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ PC ചാക്കോ വന്ന് ആ മണ്ഡലത്തിൻ്റെ MP ആണ്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ചാക്കോ പറഞ്ഞത് BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, മിസ്റ്റർ പത്മനാഭൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കോൺഗ്രസിൽ ചേർന്നുകൂടാ എന്നാലും ചോദിക്കേണ്ടത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച നിർമ്മാണമായിട്ടുള്ള BJP. ഒരിടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center.
മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. മണ്ണുത്തി ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂൾ ഓണം 2025 കലാപരിപാടികൾ AEO ജീജ വിജയൻ ഉദ്ഘാടനം ചെയ്തു. റെക്ടർ ആൻഡ് മാനേജർ ഫാദർ ജോയ്സ് തോണികുഴിയിൽ അധ്യക്ഷത വഹിച്ചു. വിശിഷ്ടാതിഥികൾ ചേർന്ന് ദീപം തെളിയിച്ചു. പ്രിൻസിപ്പൽ ഫാദർ ടോമി ചിറക്കൽ ഓണാശംസകൾ നേർന്ന് സംസാരിച്ചു. ഉപഹാര സമർപ്പണമായി വിദ്യാർത്ഥികൾ ഓണപ്പാട്ടുകൾ അവതരിപ്പിച്ചു. ഓണസദ്യയും പായസവും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാവിരുന്നുകളും ഉണ്ടായി. സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് അവിടെ നിന്ന് പരശുരാമനെ വിളിച്ചപ്പം വന്നു. ചോദിച്ചു, എന്താ മക്കളെ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കൊരു സംശയമുണ്ടായിരുന്നു, അങ്ങ് പറയുന്നത് ശരിയാണോ, വാക്ക് പാലിക്കുന്നവനാണോ എന്ന്. അതുകൊണ്ട് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും വേണ്ട. അവിടെ വെച്ച് പരശുരാമൻ നമ്മളെ ചെറുതായിട്ടൊന്ന് ശപിച്ചു എന്നാണ് കഥ പറയുന്നത്. ശാപമായിരുന്നു, നിങ്ങൾ ഒരിക്കലും യോജിച്ച് പ്രവർത്തിക്കാതിരിക്കട്ടെ എന്ന്. ഫാദർ ടോമി ചിറക്കൽ, ഫാദർ വിനി മാർഗർ, ഫാദർ വിപിൻ നെടുമ്പശ്ശേരിയിൽ. ഞാനിവിടെ ഏതായാലും ആർപ്പ് വിളിക്കാൻ പോകുന്നില്ല. വിളിക്കണോ? ഉറക്കെ വിളിക്കട്ടെ. ആർപ്പോ ആർപ്പോ ആർപ്പോ.
കേന്ദ്രത്തിലും കേരളത്തിലും വോട്ട് കൊള്ള നടത്തിയ BJP സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാര യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കർഷക കോൺഗ്രസ് നൈറ്റ് മാർച്ച് നടത്തി. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. തൃശൂരിൽ BJP വോട്ട് കൊള്ള നടത്തിയാണ് വിജയിച്ചത് എന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. കേന്ദ്രത്തിലും വോട്ട് കൊള്ള നടത്തിയാണ് BJP അധികാരത്തിലേറിയത്. ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാര യാത്രക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് തൃശൂരിൽ കർഷക കോൺഗ്രസ് ഈ വോട്ട് കൊള്ളക്കെതിരെ നൈറ്റ് മാർച്ച് നടത്തിയത്. UDF മുൻ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. നൈറ്റ് മാർച്ച് സമാപന ഉദ്ഘാടനം തൃശൂർ കോർപ്പറേഷൻ മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, DCC സെക്രട്ടറിമാർ, നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുത്തു. മാടക്കത്തറ NSLP സ്കൂൾ ഓണാഘോഷ പരിപാടികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PR സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. മാനേജർ രാമൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ, പഞ്ചായത്ത് അംഗങ്ങളായ സിനി സുമേഷ്, സാവിത്രി രാമചന്ദ്രൻ, KP പ്രശാന്ത്, തുളസി സുനേഷ്, PTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. CTV MD ആന്റോവി മാത്യു, പ്രസാദ് പാറേരി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. KKS കുട്ടിയുടെ ഓണക്കവിതയും കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായി. പ്രധാന അധ്യാപിക ബീന പോൾ നന്ദി പറഞ്ഞു.
മണ്ണുത്തി ഹോളി ഫാമിലി ഇംഗ്ലീഷ് മീഡിയം കോൺവെന്റ് LP സ്കൂൾ ഓണാഘോഷ പരിപാടികൾ സ്കൂൾ മാനേജർ സിസ്റ്റർ ആൻസി ആന്റോ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപികമാരായ സിസ്റ്റർ ലിസിറ്റ, സിസ്റ്റർ ജാൻസി എന്നിവരും PTA പ്രസിഡന്റ് ബിജു മേനാച്ചേരി, അധ്യാപികമാർ, രക്ഷിതാക്കൾ, കുട്ടികൾ തുടങ്ങിയവരും പങ്കെടുത്തു. റിപ്പോർട്ടർ TV തൃശൂർ ഓഫീസിൽ കരിയോയിൽ ഒഴിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ചാനലിലെ മുൻ ജീവനക്കാരിയുടെ ഫേസ്ബുക്ക് കുറിപ്പിലെ ആരോപണത്തിന് പിന്നാലെയാണ് പ്രതിഷേധം. 5ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കരിയോയിലുമായി പ്രതിഷേധ പ്രകടനം നടത്തിയത്. റിപ്പോർട്ടർ TVയുടെ ഓഫീസിലെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റർ പതിക്കുകയും ചെയ്തു. പ്രതിഷേധ സൂചകമായി മുദ്രാവാക്യം വിളിക്കുകയും പോസ്റ്ററിൽ കരിയോയിൽ ഒഴിക്കുകയും ചെയ്ത ശേഷമാണ് ഇവർ മടങ്ങിയത്. മാധ്യമരംഗത്തെ വലിയ പീഡനം പുറത്തു വന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയക്കകത്ത് വരെ റിപ്പോർട്ടർ ചാനലില് മുൻ വർക്ക് ചെയ്തിരുന്ന വനിതകൾ പീഡനം അവരുടെ മുഖപുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. റിപ്പോർട്ടർ ചാനൽ വെറും ചാനലല്ല, റേപ്പ് പോർട്ടറാണെന്ന് യൂത്ത് കോൺഗ്രസ് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചാനലിനെതിരെ ശക്തമായ പോരാട്ടവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. അവിടെ വനിതാ ജീവനക്കാർ പീഡിപ്പിക്കപ്പെടുന്നു എന്ന വാർത്ത ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. ഇതുവരെ 3ഓളം വരുന്ന വനിതാ പ്രവർത്തകർ, അവിടെ ജോലി ചെയ്യുന്ന വനിതാ പ്രവർത്തകർ 3 പേർ സോഷ്യൽ മീഡിയയിൽ അവർക്ക് ഉണ്ടായ മുഴുവനായിരിക്കുന്ന പീഡനങ്ങളും തുറന്നെഴുതിയിരിക്കുകയാണ്. ഇതിന് ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് രേഖപ്പെടുത്തും. ഇത് റിപ്പോർട്ടറല്ല, റിപ്പോർട്ടറാണെന്ന വലിയ മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസ് ഉയർത്തുകയാണ്. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 1/4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി.
തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽസ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് TV ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനം. സൈബർ തട്ടിപ്പിലൂടെ ക്ഷീര കർഷകനിൽ നിന്ന് 2,70,70,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ കണ്ണൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു. പ്രതി റിമാൻഡിൽ. കണ്ണൂർ ജില്ലാ സ്വദേശി 28 വയസ്സുള്ള മുഹമ്മദ് റിയാസാണ് പ്രതി. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SHO സജീവ് MK, SIമാരായ ഋഷിപ്രസാദ്, ഹരിശങ്കർ, GSCPO ദിലീഷ് കുമാർ, CPOമാരായ അരുൺനാഥ്, രതീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 2 പ്രതികൾ കൂടി റിമാൻഡിൽ. ഓഗസ്റ്റ് 21 രാത്രിയാണ് കൊടകര കാരൂർ സ്വദേശി പുതുപറമ്പിൽ വീട്ടിൽ ശരത് എന്നയാൾ ജോലി കഴിഞ്ഞ് കൊപ്രക്കളം സ്ഥലത്ത് ബസ് വന്നിറങ്ങിയപ്പോൾ പ്രതികൾക്കെതിരെ മുൻപ് പോലീസിൽ പരാതി കൊടുത്തതിലുള്ള വൈരാഗ്യത്തിൽ ഭീഷണിപ്പെടുത്തി ബൈക്കിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കേസിലെ പ്രതികളായ കൊടകര ആനത്തടം സ്വദേശി ഞാറേക്കാട്ടിൽ വീട്ടിൽ ഹിമേഷ്, കൊടകര വില്ലേജിൽ ആനത്തടം ദേശത്ത് പുളിക്കൽ വീട്ടിൽ പ്രശാന്ത് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. യുവാക്കളെ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ റിമാൻഡിൽ. പ്രതികളായ ചന്ദ്രാപ്പന്നി ചാമക്കാല സ്വദേശി മതിലകത്ത് വീട്ടിൽ നജീബ്, പള്ളിപ്പറമ്പ് വീട്ടിൽ റിഫാദ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO R ബിജു, SIമാരായ അഭിലാഷ്, മുഹമ്മദ് സിയാദ്, ASI വിപിൻ, CPO വിപിൻ ദാസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതികളിൽ ഒരാളെ കണ്ണൂരിൽ നിന്നും പിടികൂടി. പ്രതി റിമാൻഡിൽ. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ, ജോയ്, ഡ്രൈവർ SCPO വിബീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കണ്ണൂർ ജില്ല 7ാം വില്ലേജ് കണ്ണോം ദേശത്ത് അഭിനൻ വീട്ടിൽ അവിനാഷ് എന്നയാളെയാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണോം എന്ന സ്ഥലത്തു നിന്നും തൃശൂർ റൂറൽ അന്വേഷണ സംഘം പിടികൂടിയത്. ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു. കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് കുപ്രസിദ്ധ ഗുണ്ട ലിയോഷിനെ തടങ്കലിലാക്കി. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിലെത്തിച്ച പ്രതിയെ റിമാൻഡ് ചെയ്തു. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആദം ഖാൻ, സബ് ഇൻസ്പെക്ടർ വൈഷ്ണവ് രാമചന്ദ്രൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നവീൻ, അരുൺ, യദു, ഷഫീഖ്, പ്രിൻസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. രാസലഹരിയുമായി 3 പേർ പിടിയിൽ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ വഞ്ചിക്കുളം പ്രദേശത്തു നിന്നും 114.69 ഗ്രാം MDMA-യുമായി കൊല്ലം പത്തനാപുരം മാങ്കോട്ട സ്വദേശി പുത്തൻവീട്ടിൽ ഷഹന ഷാജഹാൻ, ആലുവ തൈക്കോട്ടുകര സ്വദേശി പുത്തോളിപ്പറമ്പിൽ ആഷിഖ്, ചാലക്കുടി വൻതല പാളയംപറമ്പ് സ്വദേശി കാരാനിപ്പുറത്ത് വീട്ടിൽ ഹരിത എന്നിവരെയാണ് ഡാൻസ് ഓഫ് ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ സഹായത്തോടെ വെസ്റ്റ് പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒല്ലൂർ വിശുദ്ധ യവോപ്രാസ്യാമ്മയുടെ 19ാം തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. തൃശൂർ ജില്ലയിൽ നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് 30 കോടി രൂപ ഇനിയും ലഭിച്ചില്ലെന്ന് കർഷക സമിതി ചെയർമാൻ ദാസൻ കാട്ടുങ്ങൽ ആരോപിച്ചു. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂൾ ഓണാഘോഷം വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു. മാടക്കത്ര NSLP സ്കൂൾ ഓണാഘോഷ പരിപാടികൾ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PR സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.